റഫിക്ക് വണ്ടിയിൽ കുത്തിത്തേർക്കാന്ന് പറഞ്ഞ് ഇറങ്ങി പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒന്നുമില്ല വളർച്ച് തിന്നുകയും ചെയ്തൂടേനു നമുക്ക്. അതാണ് ഐദ്രോസ്. ഒന്നും കാണാതെ ഐദ്രോസിന് ഇറങ്ങി പുറപ്പെടില്ല. നിങ്ങൾക്ക് അറിയില്ലേ? കാര്യമില്ലാതെ നിങ്ങൾ ഒന്നിനും തലടൂലെന്ന് നമ്മക്ക് അറിയാം. ഇച്ച് മാത്രല്ല ഇങ്ങക്കും ഗുണണ്ടാവും. ഇബലെ പെരിയിലേ വേറെയും പെൺകുട്ടികളുണ്ടാവും. ഓലെക്കൊണ്ടേ ഇങ്ങളും കല്യാണം നടത്തും. അതാണ് ഐദ്രോസ് കുട്ടി. കാഫി വണ്ടിയിൽ സ്ഥലമില്ലാറിനെ വൈക്ക ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ഓന് നഷ്ടായി. ഈജി തോക്ക് കയറി വെടി വെക്കല്ലേ നജീബെ. ആദ്യം സുക്കൂറിന്റെ കല്യാണം നടക്കട്ടെ. തിരക്കടില്ലല്ലോ. എല്ലാരെ കല്യാണം ഐദ്രോസ് കുട്ടി നടത്തിത്തരും. ആദ്യം നമ്മളെ സുക്കൂറിന്റെ കല്യാണം നടക്കട്ടെ. അല്ല എവിടെ ഇപ്പൊ നമ്മളെ സുക്കൂർ? എവിടക്കാ ഈ കുട്ടി പോയിക്കണ്? എവിടെ ഈ കുട്ടി? എവിടെ മാമന്? ഞാൻ മാമനൊന്ന് നോക്കട്ടെ. എന്തേ മാമന് പണി? ഓന്റെ ഒരു മേക്കപ്പ് ഓനെ ഞാൻ കാണിച്ചു. നിങ്ങള് ബഹളം കൂട്ടല്ലേന്ന്? ആരാന്റെ പെരയില് വന്നിട്ട് ഇങ്ങനെ ബഹളം കൂട്ടാ? പടച്ചോനെ, ഈ കല്യാണം ഇപ്പൊ മുടങ്ങോല. എന്റെ പൊന്നാരന്റെ അവറാക്ക നിങ്ങളൊന്നും മിണ്ടാണ്ട് നിൽക്കുവോ? ഒരിക്കലും ചെല്ലാത്ത ആൾക്കാര്. സുക്കൂറെ ഇങ്ങോട്ട് ഇറങ്ങടാ. അന്നോട് ഞാൻ ഇറങ്ങാനാ പറഞ്ഞത്. ഞാൻ ഇപ്പഴ ഇറങ്ങ വാപ്പേ. എന്റെ മോന്തൊന്ന് ചൊറുക്കൂട്ടെ. ഇന്റെ പെണ്ണാണല്ലാണിതേ. ആന്റെ ഒരു ചൊറുക്കാക്കന്. ആന്റെ തള്ള ഇതും തന്ത ഞാനുമാണ്. അതിനുള്ള ചൊറുക്ക എന്റെ മോന്തുള്ളൂ. ഇങ്ങോട്ട് ഇറങ്ങടാ ജി പുറത്തേക്ക്. എന്റെ പൊന്നാരെ സുക്കൂറെ, ഇതൊന്നും ഇങ്ങോട്ട് ഇറങ്ങണ്ട. ഈ പെരയിൽ ആരും ഇല്ലാതെ തോന്നുന്നുണ്ട്. അല്ലെ ഒച്ചപ്പാട് ഇട്ടിട്ട് ആരും പുറത്തേക്ക് ഇറങ്ങാതിരിക്കുവോ? ഇതെന്താ ഇങ്ങനെ? എവിടെ പോയാലും ഇങ്ങനെ തന്നെ. അത് നോക്കണ്ടവർ അങ്ങനെ തന്നെയാണ്. ഉമ്മാന്റെ കുട്ടി ഒന്നും പുറത്തേക്ക് ഇറങ്ങ്. ഏതാ ഒരു ഈമാനി? എന്തിത്താ പണ്ടാ കോല ഓനെ മാങ്ങ രണ്ടിന്റെ മോന്തി. അസ്സലാമലൈക്കും. മാമന്റെ ഒരു പട്ടിഷോ. അനക്കത് തോന്നും. അന്റെ തൊപ്പിയും കുപ്പായം കണ്ടാ തോന്നും ഇജ്ജാണ് പുതിയാപ്പളാന്ന്. ഞാൻ ഇവിടെ നിൽക്കൂല. നിങ്ങൾക്ക് ആർക്കും ഒരു സ്റ്റാൻഡേർഡും ഇല്ല. ഞാൻ പോവാണേ. എൻ്റെ അമ്മ എങ്ങനെയാണോ ഈ കുടുംബത്തിൽ ജനിച്ചേ? ഇജ്ജൊന്ന് പോടാ. ആ കുട്ടി പോയില്ലപ്പോ അന്നെ കൊണ്ട് കിട്ടിയതല്ലേ ഇതൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൊലി കൂടുതലാവനോട്. നിങ്ങൾ കച്ചണ്ടാക്കല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഐദ്രോസോട്ടിന് അതിന് കിട്ടൂലട്ടോ. നിങ്ങൾ അവിടെ ഇറങ്ങിയപ്പോ തന്റെ അയാളത് പോണു ഐദ്രോസുട്ടിയാക്കൂ. ഇയാളോടൊരു തമാശ. സാമ്പാറിൽ മണ്ടക്കിട്ട എന്ത് പഠിച്ചാണ് ഇത്? ജാതെ ഈ കാപ്പിൽ സ്കൂട്ടാ ചെറുക്കനാ വണ്ടിയായിട്ടാണല്ലോ പോകുന്നത്. ഭോജരാജാവായ തമ്പുരാണ് ഇഞ്ച കല്യാണം മുടങ്ങിയത്. പോട്ടെ, നിങ്ങളവിടെ നിൽക്കേ. കിട്ടൂല. പൊന്നാരന്റെ ബ്രോക്കറെ, ഞമ്മക്കൊരു പെണ്ണിട്ടല്ല ബുദ്ധി കൊണ്ടാണ് നിങ്ങൾ ആദ്യം ഒന്ന് കച്ചറണ്ടാകാവുത്തിരി. ഇന്നെഞ്ചതിന് കിട്ടൂല. നമ്മളെങ്ങോട്ടാ പോണ് നിങ്ങൾക്ക് അറിയോ? പട്ടുമ്മൽ റംലന്റെ സാമ്രാജ്യത്തിലേക്കാണ് പോണ്. പട്ടുമ്മൽ റംല എന്ന് പറഞ്ഞാൽ ആരാ ആള് നിങ്ങൾക്ക് അറിയോ? ഓളൊരു 1.5 പെമ്പർന്നോളാണ്. അന്റെ കല്യാണക്കാര്യം പറയാം. ഓളെടുത്ത് ചെന്നപ്പോ തന്നെ എന്റെ നെഞ്ഞ് പിടക്കേ. അന്റെ കാര്യങ്ങളൊക്കെ എന്റെ നാമന്നെങ്ങാനും പുറത്തേക്ക് ചാടിയാലോ എന്ന് വിചാരിച്ച് എന്റെ മകനും കൂട്ടിയാ ഞാൻ പോയിരുന്നത്. എന്റെ മകൻ ആരാ മോൻ നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലേ? കഴിഞ്ഞ ഞായറാഴ്ച ഞാനും ഓനും കൂടി അവിടെ അങ്ങനെ പോയി നിന്നു. എന്നിട്ട് ആ ബെല്ലിങ്ങനെ അടിച്ചപ്പോ പൊന്നാറിന്റെ ഷെഫീക്ക ആ വണ്ടി വന്ന് അള്ളാന്റെ ഭൂമിക്കൊന്ന് ഇറങ്ങി വന്ന. പുളിച്ചിത്തരൊന്ന് ഒഴിവാക്കണ്ട ഷെഫീക്ക. ഇതൊന്നും പുളിച്ചിത്തരല്ല എൻ്റെ വാപ്പേ. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. നിങ്ങളൊരു കൊടയും ബാഗും താലികെട്ടും മാട്രിമണി വെബ്സൈറ്റിന്റെ കാലാണ്. നിങ്ങൾക്ക് വല്ല അറിയോ? ആ മക്രോണിന്റെ ഇച്ചറിയില്ല. മക്രോണിയാ
റംലാത്തല്ലേ മോളെ? ആ ഉണ്ട്. കേറി ഇരിക്ക്, ഞാൻ ഉമ്മാനെ വിളിക്കാം. നല്ല അടക്കം ഒതുക്കുള്ള കുട്ടികളെ. ഇവിടേക്ക് എന്തിനാ ആ ഷുക്കൂറിനെ കെട്ടിച്ചു കൊടുക്കണ്? ഓളെ നിങ്ങൾക്ക് ഇച്ചു കെട്ടിച്ചെന്നൂടെ? ഷെഫീക്കെ, നമ്മളിവിടെ പെണ്ണ് ആലോചിച്ചു വന്നതാ, അല്ലാതെ പെണ്ണ് കെട്ടാൻ വന്നൊന്നല്ല. മനസ്സിലായി എനിക്ക്? അടങ്ങി ഒതുങ്ങി അവിടെ നിന്നോ ഞാൻ പറഞ്ഞു കേട്ട്. ഈജിന്റെ മോനെ അത് ഇവിടെ മുണ്ടി പോരുത്. ഞാൻ മെയിൻ ബ്രോക്കർ, ഈജിന്റെ അസിസ്റ്റന്റ്. മനസ്സിലായോ? ആ ആരാ? ഹായ്, ഞാനാ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്നത്, ഷെഫീഖ്. ഇതെന്റെ അസിസ്റ്റന്റ് ഹൈദ്രോസ്. നിങ്ങളിവിടെ കയറിയിരിക്കി. വരി. കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോണിൽ സംസാരിച്ചു, പക്ഷെ നിങ്ങൾ ചെറുക്കനെ പറ്റിയൊന്നും പറഞ്ഞില്ല. എന്താണ് ചെറുക്കന്റെ ക്യാരക്ടർ? ചെറുക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ തങ്കക്കൂടം പോലുള്ള ചെറുക്കനാണ് അവൻ. പേര് ഷുക്കൂർ. നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഓനെങ്ങനെ കാണാൻ അറിയാം നിങ്ങൾക്ക്? ഇടോക്കി ഈ കണ്ണിലെ ഉണ്ണി പോലെ. ഒരു ചീത്ത സ്വഭാവം ഓനില്ല. നല്ല ചെക്കനാണോ? ആ ഇപ്പൊ എന്നെ തല്ലുപിടിച്ചെന്ന കോലം തന്നെ. അടങ്ങിയിരിക്കണ്ട ഷെഫീക്ക. കഴിഞ്ഞ മാസം ഷുക്കൂറിന് 50 ലക്ഷം റുപ്യന്റെ ലോട്ടറി അടിച്ചു. ഓനത് വേണ്ടായിരുന്നു. എന്നിട്ട് ഓൻ നാട്ടുകാർക്ക് കൊടുത്തു. നാട്ടുകാർ മൊത്തം പറഞ്ഞു ഓൽക്ക് ആ പൈസ വേണ്ടാന്ന്. എന്നിട്ട് ആ പൈസ ഓനെന്താ കാട്ടി അറിയങ്ങൾക്ക്? എന്ത് കാട്ടിയത്? ഇത്തന്തത് എന്താ കാട്ടിയത്? ഓൻ ആ ലോട്ടറി അടിക്കണ്ടല്ലോ, അടുത്ത് പോയിക്കണ്ട എറിഞ്ഞു. അധ്വാനിക്കാത്ത പൈസ ഓന് വേണ്ടായിരുന്നു. അത്രക്കും അധ്വാനശീലുള്ള ചെറുപ്പക്കാരനാ ഷുക്കൂർ. നിങ്ങളെന്താ മാറിക്കണ്? നിങ്ങളെ കല്യാണത്തിന്റെ കാര്യമല്ലേ ഞങ്ങൾ പറയണേ? നിങ്ങളിവിടെ വന്നിരിക്കി. ആ മോള് ഇവിടെ വന്നിരിക്കേ. ഈ ഷുക്കൂറിനോട് വന്ന നാട്ടുകാർക്ക് ഒരു പ്രത്യേകതര ആരാധനയാണ്. ആ ആരാധന കൊണ്ട് ഓനെ കുറിച്ച് ഒരു പാട്ട് വരെ ഇറക്കിയിരിക്കണ്. മിസ്റ്റർ ഹൈദ്രോസ്, നാലുവരി പാട്ടൊന്ന് പാടൂ. ഏത് പാട്ട്? ഞാൻ പഠിപ്പിച്ചെന്നില്ലായിരുന്നോ 4 വരി പാട്ട്? അതിപ്പോ അത് സുക്കൂറ് സുന്ദരന ഓനൊരു വല്ലാത്ത സംഭവമാ. സ്വർണ്ണക്കട്ട പോലെ തിളങ്ങും ഓനൊരു മൊഞ്ചുള്ള കുട്ടപ്പനാ. മൊഞ്ചേറും ചൊങ്കൻ സുക്കൂറുമോൻ, ഓട്ടിട്ട് നടക്കും സുക്കൂറുമോൻ, വെളുത്തിട്ട് പറക്കണ സുക്കൂറുമോൻ, മുല്ലമൊട്ട് പല്ലുള്ള സുക്കൂറുമോൻ. മോൻ നാട്ടാരെ കൊടുക്കാത്ത, കൂട്ടാരെ പറ്റിക്കാത്ത, മോൻ നാട്ടാരെ കൊടുക്കാത്ത, കൂട്ടാരെ പറ്റിക്കാത്ത അത്തറിന്റെ മണമുള്ള സുക്കൂറുമോൻ, അത്തറിന്റെ മണമുള്ള സുക്കൂറുമോൻ. സുക്കൂറ് സുന്ദരന ഓനൊരു വല്ലാത്ത സംഭവമാ. സ്വർണ്ണക്കട്ട പോലെ തിളങ്ങും ഓനൊരു മൊഞ്ചുള്ള കുട്ടപ്പനാ. നാട്ടിലെന്ത് പ്രശ്നമായാലും ഓനത് സോൾവ് ആക്കിടും. ആർക്കേലും വേണ്ടിയായാലും ഓൻ ചത്ത് കെട്ടി പണിയെടുക്കും. ബൈക്കിൽ കയറി നാടു ചുറ്റും ഓൻ നാട്ടാരെ കണ്ണിലുണ്ണി. പഠിപ്പിലും ഫസ്റ്റാണ്, ഓ പഠിക്കാത്തതൊന്നുമില്ല. നാടിന്റെ മുതലിവൻ, കുടിയിലെ നായകൻ. നാടിന്റെ മുതലിവൻ, കുടിയിലെ നായകൻ. കുടുംബത്തെയൊക്കെ അവൻ കൂട്ടിപ്പിടിക്കും. അല്ലോ കുടുംബത്തെയൊക്കെ അവൻ കൂട്ടിപ്പിടിക്കും. സുക്കൂറ് സുന്ദരന ഓനൊരു വല്ലാത്ത സംഭവമാ. സ്വർണ്ണക്കട്ട പോലെ തിളങ്ങും ഓനൊരു മുഞ്ചുള്ള കുട്ടപ്പനാ. മുടിയൊക്കെ വെട്ടിയൊതുക്കി ഓൻ സിൽമക്കാര പൗറാണ്. കവിളൊക്കെ തുടുത്തുടുത്ത് നല്ല തക്കാളി ചേലാണ്. ഇടി കൂടി മുട്ടൂല, ഒരിക്കലും തെറ്റൂല.
ഭാഗ്യമെന്ന് കണ്ടോൽ പറയും, നമ്മളെ പെണ്ണിന്റെ ഭാഗ്യമെന്ന് കണ്ടോൽ പറയും. സുക്കൂറ് സുന്ദരന ഓനൊരു വല്ലാത്ത സംഭവമാ, സ്വർണ്ണക്കട്ട പോലെ തിളങ്ങും ഓനൊരു മൊഞ്ചുള്ള കുട്ടപ്പനാ. മൊഞ്ചേറും ചൊങ്കൻ സുക്കൂറുമോൻ, ഓട്ടിട്ട് നടക്കും സുക്കൂറുമോൻ, വെളുത്തിട്ട് പറക്കണ സുക്കൂറുമോൻ, മുല്ലമൊട്ട് പല്ലുള്ള സുക്കൂറുമോൻ. ഓൻ നാട്ടാരെ കൊടുക്കാത്ത, കൂട്ടാരെ പറ്റിക്കാത്ത, ഓൻ നാട്ടാരെ കൊടുക്കാത്ത, കൂട്ടാരെ പറ്റിക്കാത്ത അത്തറിന്റെ മണമുള്ള സുക്കൂറുമോൻ, അത്തറിന്റെ മണമുള്ള സുക്കൂറുമോൻ. സുക്കൂറ് സുന്ദരന ഓനൊരു വല്ലാത്ത സംഭവമാ, സ്വർണ്ണക്കട്ട പോലെ തിളങ്ങും ഓനൊരു മൊഞ്ചുള്ള കുട്ടപ്പനാ. നിങ്ങൾ എന്തായാലും ഞായറാഴ്ച ആ ചെറുക്കനെ കൊണ്ടുകൊണ്ട് വരി. പക്ഷേ ഇവൻ ആ കൂട്ടത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഈ ആളല്ലെങ്കിലും ശരിയല്ല. അന്നൊരു ബൈക്ക് കൊണ്ടുപോകാൻ പറ്റൂല. നടക്കാണ്ട് കള്ള പോലാലെ ആനൊക്കെ കൊണ്ട് ഇന്ന പറഞ്ഞാൽ മതി. നടക്കാണ്ട് അന്റെ ഊരൊക്കെ ചവിട്ട ആളില്ല. വാപ്പേ വാപ്പേ അപ്പൊ നിങ്ങളെ മകനാ? അതെ, ഓനൊരു അനാഥ കുട്ടിയാ. വാപ്പേ വാപ്പേ എന്ന് വിളിച്ചിന്റെ വൈത്താലെ നടക്കും. നടക്കാൻ ചെപ്പിക്കാണ്ട് അന്നെ മാട്ടക്കൊന്നും നടക്കാണ്ട് തീർപ്പം ചെപ്പിക്കാൻ. പിന്നെ ബ്രോക്കർ പൈസ ഒറ്റക്ക് വാങ്ങാണ് നിങ്ങളെ ഞാൻ സമ്മതിക്കൂല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ ഒരു പെരയ്ക്കാ പോവാല്ലേ, അത് നിങ്ങൾ മറക്കണം. നടക്കണാണ്ട് ഒന്നാ തോന്നാ കാണാം. ഇജാതിരി ഓരോ നോണയും പറഞ്ഞിട്ടാണ് അന്റെ നമ്മൾ പെണ്ണ് കാണാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? ഇനി മേലാല് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കൂല. ഉറപ്പല്ലേ? ഇച്ചോളൊന്ന് കണ്ടാ മതി. ആ നടക്കാണ്ട് ഇങ്ങളെ നമ്മളെ സംഘല്ലേ സോപ്പിടൊന്നും വേണ്ടട്ടാ. അല്ല ഇജെന്താ ജലാലെ ഇവിടെ? ഇതിന്റെ പെങ്ങളെ പേരല്ലേ? ഇന്റെ പെങ്ങളെ കുട്ടീനെയാണ് ഇപ്പൊ നിങ്ങള് കാണാൻ വന്നിട്ടുണ്ടേ. അതെ. ആ ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അതെ നന്നായി. എന്നാലേ നമുക്ക് പെണ്ണിനെ അങ്ങോട്ട് വിളിച്ചാലോ? ആയിക്കോട്ടെ, എന്താണ് വിളിക്ക? ഇത്താത്താ ഓ നിങ്ങൾ ഓളോട് ഒന്നിട്ട് വരാൻ പറഞ്ഞാണി. ഓടി അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അൽഹംദുലില്ലാ, ദീനീബോധമുള്ള ചെറുക്കനാണ്. എന്താ മോളുടെ പേര്? ഷഹാന. ആ എന്നാല് കുട്ടികളെ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു. ആയിക്കോട്ടെ. അതൊന്നും വേണ്ട. എവിടേക്കായിട്ട് പോണു കാലാല്? വർത്താനം കാര്യങ്ങളൊക്കെ പിന്നെ പറയാ. ഇച്ചോളോട് വർത്താനം പറയാനിട്ട് പിന്നെ ബേജാറ് കൂട്ടല്ലേ. അതെ, ഓളാങ്ങളങ്ങോട്ട് വരാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ഓനും കൂടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് മതിയല്ലോ വർത്താനം പറച്ചിലൊക്കെ. ഇവരെ വാപ്പല്ലാത്തോണ്ടാണ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ ഇനി ഓൻ വന്നിട്ട് വേണം. ഇപ്പൊ നിങ്ങള് വെള്ളം കുടിച്ചിട്ടിരിക്കി. വാ മോളെ, നടക്ക് മോളെ. ആങ്ങളെ കുട്ടിക്ക് എന്തിത്താ പണി? ഓനിപ്പോ ബാംഗ്ലൂരാണ്. ആദ്യം നമ്മളെ കൂടെ മരക്കച്ചവടത്തിനൊക്കെ ഉണ്ടായിരുന്നു. ആര്? അന്ന് എൻ്റെ ഒപ്പം താടിച്ചൊരു ചെറുക്കണ്ടായില്ലോ, ഓനോ? നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ തറക്ക് താടിച്ചൊരു ചെറുക്കണ്ടായിന് എൻ്റെ ഒപ്പം, ഓനാ? ആ അതന്നെ സക്കീർ. ഓൻ ഇപ്പൊ ബാംഗ്ലൂരാ. ഇവിടെ ഓന്റെ ചങ്ങായിമാര് ശരിയല്ലാത്തോണ്ടേ ഇപ്പൊ അവിടെയാണ്. ഇക്കാക്ക നിങ്ങളെ ഉമ്മ വിളിക്കണോ? ആ ഇത്താത്താ, ഞാൻ ഇപ്പൊ വരട്ടോ, നിങ്ങൾ ഇരിക്കി, ഞാൻ ഒന്ന് ഫോൺ വിളിച്ചോട്ടെ. ഈ പറഞ്ഞ സെക്കീർ ആരാ നിങ്ങൾക്ക് അറിയോ? ആരാ? ആരാ? ഓനാരാ? ഓൻ വെറും സെക്കീറല്ല, ഓനാണ് കഞ്ചാവ് സെക്കീർ. പേര് കേട്ടൊരു ഗുണ്ടയാണ് ഈ കഞ്ചാവ് സെക്കീർ. ഈ സുക്കൂറിന്റെ എല്ലാ കഥയും ഓൻ അറിയക്കാരൻ. ഇങ്ങനത്തെ ഒരു അലവലാദിനാണ് ഓന്റെ വീട്ടിക്ക് ഞാൻ പെണ്ണ് കാണാൻ കൊണ്ടുവന്നെന്ന് വെച്ചാൽ എന്റെ കഥ ഓൻ കഴിക്കും കേട്ടോ. നിങ്ങളെ ആണുങ്ങളെ പേരുകളെ നിൽക്കിട്ടോ. ഇങ്ങനെ പേടിച്ച് വയറിളകിയിട്ട് ഇജിങ്ങനെ പേടിച്ചല്ല ഇത്രോസേ. നിങ്ങൾ വിചാരിച്ച മാതിരിയല്ലോ കൊല്ലാനും ചാവാനും ഒരു മടിയില്ലാത്താനാണോ ഓനെ. ഇത്ര പോലെ താടിയുണ്ട്. ആ താടിൻ്റെ ഉള്ളിൽ കഞ്ചാവും മയക്കുമരുന്നും വെച്ച് വിൽക്കലേന്ന് ഓന് പണി. അതുകൊണ്ടാണ് ഓന് കഞ്ചാവ് സക്കീർ എന്നുള്ള പേര് വരാൻ കാരണം. പിന്നെ നേരെ ബാംഗ്ലൂർക്ക് പോയി. അവിടെ അധോലോക രാജാവായി, ദ കിങ് ഓഫ് ബാംഗ്ലൂർ. അവിടെ ഓം പറഞ്ഞ പകല്
ഓ പറഞ്ഞ രാത്രി കേട്ടുകുണല്ലോ. നിങ്ങളൊന്നും മുണ്ടാതെ പോയിക്കാണെങ്കിൽ കാക്ക. നിങ്ങൾ ദുൽഖർ സൽമാന്റെ സിനിമയും കണ്ട് അത് വന്നിട്ട് ഇങ്ങോട്ട് തള്ളല്ലേ? എന്തൊരു തള്ളാ അറിയോ? അനക്ക് തെറ്റി സുക്കൂറേ, അനക്ക് തെറ്റി. കഞ്ചാവ് സെക്കീറേ ഇജ്ജ് വിചാരിച്ച ആളല്ല. ഓനൊരു പുലിക്കുട്ടിയാണ്, പുലിക്കുട്ടി. ആ ഓന് ഈ ഭൂമിയിലെ ആഞ്ഞൊന്ന് ചവിട്ടിയാണ്ടല്ലോ ഭൂമി പിളർന്നു പോവും. ആ ഓന് ഈ കണ്ണോണ്ടൊന്ന് നോക്കിയാണ്ടല്ലോ നമ്മളൊക്കെ ഭസ്മായി പോവും. ഓന്റെ ഇരുമ്പ് പോലത്തെ കൈകൊണ്ട് ആഞ്ഞൊരടി കിട്ടിയാണ്ടല്ലോ നമ്മളെ നെഞ്ഞും കൂടി തകർന്നു പോവും. ഓന്റെ ആ താടി വെച്ചൊരു വീശിയാണ്ടല്ലോ ഇജ്ജ് അവിടെ കണ്ണ് ചോര പാത്തു. ഓനെ കൊണ്ട് ഏറ്റുമുട്ടാനേ ഇജ്ജ് കൂട്ടിയാ കൂടുതലുണ്ട് സുക്കൂറേ. നല്ല ഹൈറ്റും വെയിറ്റുള്ള നല്ല ചങ്കുറപ്പുള്ള ഒരു ജിന്നാണോ ജിന്ന്. ആ മമ്മ എനിക്ക് പേടിയാവണ്ട, നമുക്ക് ഇവിടുന്ന് ഓടി പോവാ. കഞ്ചാവ് സക്കീർ നമ്മളെ കൊല്ലും. ഉമ്മാന്റെ കുട്ടി നമുക്ക് ഇവിടുന്ന് പേടിച്ചമ്മ. മണ്ടുക. കഞ്ചാവ് സക്കീർ വരുമ്പോഴത്തേനെ ഞാൻ തടി ഒഴിവാക്കാണ്. വാണി നീച്ച് പോന്നോളും ചെപ്പം. പോകല്ലേടാ, ഇച്ചു വേണ്ട പെണ്ണെട്ടാ. അതിന് പെണ്ണിട്ടുണ്ടായിട്ട് വേണ്ടേ? അറിഞ്ഞില്ലേ? നടക്കാണ്ട് ആക്കെ പിന്നെ പറയാം. ഞാൻ പോരൂല. ഇച്ചൊരു പേടിയില്ല. എന്തായാലും ഓളെ കെട്ടണം. കെട്ടാ ഞാൻ പോരൂല. കഞ്ചാവ് സക്കീറ വരുന്നുണ്ടോ? സുക്കൂറിനെ തോൽപ്പിച്ചാനൊന്നും ഒരു കഞ്ചാവിനെ കൊണ്ട് കജൂല. ഈ കഞ്ചാവ് സെക്കീറിന്റെ അടുത്തൊരു പേനാക്കത്തി ഉണ്ട്. കഞ്ചാവിൽ തിളപ്പിച്ച് ആറ്റിക്കുറുക്കി നിർമ്മിച്ചൊരു കത്തി. ആ കത്തി കൊണ്ട് ഒരു വര വരച്ചാല് മനുഷ്യന്മാരെ കുടൽമാല പൊട്ടി പുറത്തു വരും. സുക്കൂറിന്റെ കുടൽമാല കൊണ്ട് സെക്കീർ ഒരു പൂമാല ഉണ്ടാക്കും. എനിക്ക് മരിച്ചാൻ പേടിയില്ലേ? ഞാനും പോരാ. കണ്ടോലെ അടിയിട്ട് മനുഷ്യനെ എന്തിനാണ് ഇജ്ജ് പോകുന്നത്? ഇപ്പപ്പ എന്നെ കൊണ്ട് നടക്കാൻ ഇനി ആയിക്കോലെ. ഞാൻ വാങ്ങി പപ്പ. മജീദേ, ഈ കുട്ടിയൊന്നും എടുത്താ ഇങ്ങളെ ഓടിയാ പോരാ, കുട്ടികളെ നോക്കാനും പഠിച്ചണം. ജീവനെപ്പായിട്ട് എല്ലാവർക്കും ഉണ്ടാവാൻ ജീവനെപ്പടി കാക്കുവാ. പറഞ്ഞോ. അത് വിചാരിച്ചിട്ട് ഞാൻ തട്ടണു. പടച്ചോരെ, ഞാൻ ആകെ കൊഴിഞ്ഞു. ഞാൻ എന്താ ചെയ്യാ? ആകെ ബെജാതായി. നിങ്ങളോട് അപ്പൊ തന്നെ പറഞ്ഞു കുണ്ടമിഞ്ഞാണ കഞ്ഞിയും ചക്കക്കൂട്ടാനെ വലിച്ചു കയറ്റണ്ടെന്ന്. നിങ്ങളെ പോലത്തെ മനസ്സിലൊക്കെ ആർക്കെടുത്താ പോകുന്നില്ല. നടക്കങ്ങട്ട് നിങ്ങളെ മൂട് മൂന്നായി. ആ പേരിനാണ് കഞ്ചാവ് സെക്കീർ. ഞമ്മക്ക് മണ്ടുക. സുക്കൂർ കണ്ടൂല, ചത്താൽ ഇവിടെ തന്നെ ഓൻ വന്ന് അടിച്ചിട്ട് എന്റെ 32 പാലും താറ്റിടും. ഇച്ച അങ്ങനത്തെ ഒരു ഗ്യാരണ്ടി ഇല്ല. ഞാൻ മരിച്ചോളം അങ്ങോട്ട് തരും. ഞമ്മക്ക് മണ്ടാടാ. പൊന്നാരന്റെ മച്ച് പൂതിലായിട്ടല്ല, ഞാൻ കാറ്റും കാലം താമ്പ് കൊണ്ടിരിച്ച് മണ്ട വെച്ച. അതെ വരുന്നു സെക്കീർ.